8 ബാലൻഡിയോറുകളുമായി മെസ്സി തന്നെയാണിപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബാലൻഡിയോറുകൾ നേടിയ താരമായി നിൽക്കുന്നത്. 2023 ഹാലൻഡിനെയും എംബപ്പയെയും പിന്നിലാക്കിക്കൊണ്ട് ലിയണൽ മെസ്സി തന്റെ 8ാം ബാലൻഡിയോർ പുരസ്കാരവും ഫ്രാൻസിൽ വെച്ച് ഉയർത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ 1-2 ദിവസങ്ങളായി ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് മെസ്സിയുടെ 7ാം ബാലൻഡിയോർ പുരസ്കാരത്തെക്കുറിച്ചാണ്. അതായത് 2021 മെസ്സി നേടിയ ആ 7ാം ബാലൻഡിയോറിനെ കുറിച്ച്. അന്ന് ലെവൻഡോസ്കിയെ പിന്നിലാക്കിക്കൊണ്ടായിരുന്നു മെസ്സി തന്റെ 7ാം ബാലൻഡിയോർ അന്ന് സ്വന്തമാക്കിയിരുന്നത്. എന്താണിപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് എക്സ്ക്ലൂസീവായ കാര്യം എന്തെന്ന് വെച്ചാൽ PSG അല്ലെങ്കിൽ PSG-യുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫി, ഖത്തർ ഗവൺമെന്റ്, ഇവരെല്ലാം മെസ്സിക്ക് ബാലൻഡിയോർ ഡിസിഷൻ ലഭിക്കാൻ അല്ലെങ്കിൽ മെസ്സിക്ക് ബാലൻഡിയോർ ലഭിക്കാൻ വേണ്ടി ബാലൻഡിയോറിന്റെ ഓർഗനൈസർ, ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിന്റെ ചീഫ് എഡിറ്റർ, വലിയ ഫുട്ബോൾ പണ്ഡിറ്റൊക്കെ ആയിട്ടുള്ള പാസ്കൽ ഫെരയുമായി സംസാരിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മേലൊരു സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇത് എത്ര ശതമാനം ശരിയാണെന്ന് ഒരു ഉറപ്പുമില്ല. ഈ ഒരു വാർത്തയ്ക്ക് യാതൊരു കൃത്യമായ ഒരു തെളിവും ഇതേവരെ ലഭിച്ചിട്ടുമില്ല. ഇതുപോലെ ഒരു വാർത്ത തന്നെ റൊണാൾഡോ തന്റെ 3ാം ബാലൻഡിയോർ ഉയർത്തിയ സമയത്തും സെയിം വാർത്ത അന്നും കേട്ടിരുന്നു. അതുപോലെ മറ്റൊരു വാർത്തയായിരിക്കും ഇതെന്നാണ് ഒരു ഭാഗം പറയുന്നത്. ഈ വാർത്ത വന്നത് മുതൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വന്നത് മുതൽ തന്നെ മെസ്സി വിരോധികൾ ഇത് ആഘോഷിക്കാൻ തുടങ്ങി എന്നതാണ് സത്യം. എന്നാൽ ഇതിൽ യാതൊരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.